24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. പഞ്ചായത്ത് ഭരണത്തെ ചൊല്ലി കോൺഗ്രസിൽ കലഹം. കോഴിക്കോട് മാവൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് പ്രസിഡന്റിനെ പുറത്താക്കാൻ UDF അവിശ്വാസത്തിന് നാളെ നോട്ടീസ് കൊടുക്കും. ജില്ലാ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടും KC വാസന്തി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാത്തതാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ കാരണമായത്. കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് ചേരുന്നു. രാഹുൽ, പറയൂ അപ്ഡേറ്റ്സ്. എസ്കെൻ, മാവൂർ പഞ്ചായത്തിലെ കാര്യങ്ങൾ അല്പം കോമഡിയാണ്. അതായത് കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പുറത്താക്കാൻ UDFന് അവിശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ടി വന്നിരിക്കുന്നു. അതായത് മാവൂർ പഞ്ചായത്തിൽ ആകെ 18 വാർഡുകളാണ് ഉള്ളത്. 9 UDF, ഒരിടത്ത് UDFന്റെ പിന്തുണയോടെ RMPI, ബാക്കിയുള്ള 7 LDF, ഒരിടത്ത് സ്വതന്ത്രൻ. ഇങ്ങനെ ആകെ 18 വാർഡുകളാണ് മാവൂർ പഞ്ചായത്തിലുള്ളത്. UDFന് ഭൂരിപക്ഷം ലഭിച്ചതോടെ ആദ്യത്തെ 1.5 വർഷം മുസ്ലിം ലീഗും പിന്നീടുള്ള 1 വർഷം RMPIയും ബാക്കിയുള്ള 2.5 വർഷം കോൺഗ്രസും പഞ്ചായത്ത് പ്രസിഡന്റായി മുന്നോട്ട് പോകാമെന്ന ധാരണയെത്തി. ഇതനുസരിച്ച് ആദ്യത്തെ 2 ടേമും മുസ്ലിം ലീഗും RMPIയും പൂർത്തിയാക്കിയിരുന്നു. അവസാനത്തെ 2.5 വർഷം കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നതോടെയാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം. അതായത് പഞ്ചായത്തിലെ 10ാം വാർഡ് മെമ്പറായിട്ടുള്ള KC വാസന്തിയാണ് പഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസ് നിയോഗിച്ചത്. ഈ പഞ്ചായത്ത് പ്രസിഡന്റായി നിയോഗിച്ചപ്പോൾ ചില ധാരണകൾ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള വളപ്പിൽ റസാഖ് മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ, ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ ആ സമയം KC വാസന്തി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഒഴിയണമെന്നും ഈ വളപ്പിൽ റസാഖിന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നൽകണമെന്നുമായിരുന്നു ധാരണ. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിൽ വളപ്പിൽ റസാഖ് വിജയിച്ചതോടെ ഈ KC വാസന്തി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഒഴിയാത്തതാണ് നിലവിലെ പ്രതിസന്ധി. മുസ്ലിം ലീഗ് ഘടകം, ജില്ലാ ഘടകം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിരുന്നു. അതിൽ KC വാസന്തി അനുരഞ്ജനത്തിന് തയ്യാറായില്ല. DCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരുന്നു, ഇതിനും തയ്യാറായിട്ടില്ല. ഇതോടെയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ നിലവിൽ UDF തീരുമാനിച്ചിട്ടുള്ളത്. നാളെ അവിശ്വാസ പ്രമേയം പഞ്ചായത്തിൽ പാസ്സാക്കും. KC വാസന്തിയെ പുറത്താക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. KC വാസന്തി പുറത്തായാലും നിലവിൽ പഞ്ചായത്ത് ഭരണത്തെ ബാധിക്കാൻ സാധ്യതയില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സാധ്യതയുള്ളത്, ഈ പുറത്താകുന്ന KC വാസന്തിയും സ്വതന്ത്രനും LDFന് പിന്തുണ പ്രഖ്യാപിക്കുകയാണെങ്കിൽ 9-9 എന്ന കണക്കിൽ പഞ്ചായത്ത് ഭരണം വരും. അങ്ങനെ വരികയാണെങ്കിൽ മാത്രമാണ് മാവൂർ പഞ്ചായത്തിൽ ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യത. എന്താണെങ്കിലും പ്രാദേശികമായി കോൺഗ്രസിൽ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.